അഖിൽ, ഇപ്പോൾ മാതാവിനെയും സഹോദരനെയും കൊന്നത് താനെന്ന് ഇപ്പോൾ സജി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഒളിവിലായിരുന്ന സജിയെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കുടുംബ പ്രശ്നമാണോ ഇത്തരത്തിൽ ഒരു കൊലയ്ക്ക് കാരണം? അവന്തിക, അതിദാരുണമായ സംഭവമാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് സംഭവിച്ചത്. കുടുംബ പ്രശ്നം മാത്രമല്ല, കുടുംബ പ്രശ്നം എന്നുള്ളത് ഒരു കാരണമാണ്. പോലീസിനോട് പ്രതിയായ സജി ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. തനിക്ക് തെറ്റുപറ്റി, താനാണ് തൻ്റെ അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടിയത് എന്ന് പ്രതിയായ സജി ആദ്യഘട്ടത്തിൽ തന്നെ സമ്മതിച്ചിരുന്നു. 2 ദിവസത്തിലേറെയായി പ്രതി ഒളിവിലായിരുന്നു. ഇന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ വീടിന് സമീപത്തുള്ള ഒരു കാട്ടിൽ നിന്ന് കണ്ടെത്താനായത്. ശേഷം 1 മണിയോടുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്നു. 1 മണി മുതൽ 5 മണി വരെ, 5 മണിക്ക് ശേഷം വരെ തുടർന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകളായിരുന്നു സജീവമായി പോലീസ് നടത്തിയത്. ഇടുക്കി SP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. ആ ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സജി പറഞ്ഞിരുന്നു തനിക്ക് തെറ്റുപറ്റി, താനാണ് തൻ്റെ അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടിയെന്ന രീതിയിൽ കുറ്റം ആദ്യഘട്ടത്തിൽ പ്രതി സമ്മതിച്ചിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് പോലീസിന് അറിയേണ്ടുന്ന മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കുറ്റത്തിലേക്ക് നയിച്ച കാരണത്തെ പറ്റിയായിരുന്നു. ആ കാരണമായി പ്രതി പറയുന്നത് ഒന്ന് കുടുംബ പ്രശ്നമാണ്, രണ്ടാമത്തെ കാര്യം സഹോദരൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതാണ്, മൂന്നാമത്തെ കാരണമായി പറയുന്നത് കല്യാണം കഴിക്കാൻ, ഇദ്ദേഹം അവിവാഹിതനാണ്, ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് 3 കാരണങ്ങളായി പറയുന്നത്. താൻ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി പോലീസിനോട് സമ്മതിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ദുരൂഹമുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2018 മുതൽ ഈ മറിയക്കുട്ടിയുടെ ഭർത്താവും പ്രതിയായ സജിയുടെയും കൊല്ലപ്പെട്ട റെജിയുടെയും പിതാവുമായ മാത്യുവിനെ കാണാനില്ല. 2018 മുതൽ 2026 എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷമായി ഈ പറയുന്ന ഇവരുടെ പിതാവ് മാത്യു കാണാനില്ലാത്ത സാഹചര്യമുണ്ട്. നെടുങ്കണ്ടം പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ട് യാതൊരു വിധത്തിലുള്ള തുമ്പുകൾ ലഭിച്ചിട്ടില്ല. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് സജിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് 5:30 പ്രതിയായ സജിയെ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് ആദ്യഘട്ട പ്രാഥമികമായ തെളിവെടുപ്പ് പൂർത്തിയാക്കി ശേഷം നെടുങ്കണ്ടം സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യും. രാത്രിയും പ്രതിയെ ചോദ്യം ചെയ്യും. ശേഷം നാളെ രാവിലെയോടുകൂടി മജിസ്ട്രേറ്റിന് മുമ്പിലെത്തിച്ച് പ്രതിയെ ഹാജരാക്കും. ശേഷം റിമാൻഡ് ചെയ്ത് അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസ് പദ്ധതിയിട്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഇനി അറിയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് 2018 മെയ് മാസം മുതൽ കാണാതായ സജിയുടെയും റിജിയുടെയും പിതാവും മറിയക്കുട്ടിയുടെ ഭർത്താവുമായ മാത്യുവിൻ്റെ തിരോധാനത്തിൽ സജിയുടെ പങ്ക് എന്താണെന്നുള്ളതാണ്. ആ പങ്ക് കൂടെ പുറത്തു വന്നാൽ മാത്രമേ ഈ കേസ് പൂർണ്ണമാവുകയുള്ളൂ, ഇതിലെ ദുരൂഹതകൾ മുഴുവൻ നീങ്ങുകയുള്ളൂ. അത്തരത്തിൽ അടിമുടി ദുരൂഹമായ ഒരു ക്രൂരകൃത്യമാണ് നിലവിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്നിരിക്കുന്നത്. അവന്തിക. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.